ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു റിനീസ് ഫ്യൂഷൻ. ഇന്ന് ഞാനൊരു ക്രോഷറ്റ് വീഡിയോ ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ബോ ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കത് ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരെണ്ണമാണിത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനതിന് 100% അക്രിലിക് യാണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 5.5 mm ഹുക്ക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ടിങ് എല്ലാ പ്രൊജക്റ്റിൻ്റെയും പോലെ തന്നെ നമ്മളതൊരു സ്ലിറ്റ് നോട്ട് ഇടുവാണ്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ എക്സ് ഷേപ്പിൽ ക്രോസായിട്ട് വെച്ചു. ക്രോസായിട്ട് വെച്ചതിന് ശേഷം തിരിച്ച് പിടിച്ചിട്ട് ഒരു സൈഡിൽ കൂടെ ഹുക്ക് കയറ്റി മറ്റേ സൈഡിലേക്ക് ഹുക്ക് ഇങ്ങനെ എടുത്ത് ഇപ്പുറത്തോട്ടെടുത്തു, വലിച്ചു. ഇയാണ് ഒത്തിരി ടൈറ്റും ആവരുത്, ഒത്തിരി ലൂസും ആവരുത്. ചെറിയൊരു ഇതിൽ ഇനി എല്ലാ പ്രൊജക്റ്റിൻ്റെയും പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. ഞാൻ 21 ചെയിൻ സ്റ്റിച്ചാണ് എടുക്കുന്നത്. യാൺ പിടിക്കണ കാണിച്ചു തരാം. ഞാനിങ്ങനെയാണ് യാൺ പിടിക്കുന്നത്. ചെറിയ വിരലിൻ്റെ ഇതിൽ കൂടി ഇങ്ങനെ എടുക്കുന്നു, മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ വിരലിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ യാൺ പിടിക്കും. ഹുക്ക് പാരലായിട്ട് പിടിച്ചു, ക്രോസ് ചെയ്ത് വെച്ചു. യാൺ ഓവർ, ഫുൾ ത്രൂ താഴോട്ട് വലിക്കുന്നു. നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടി. അതുപോലെ തന്നെ പാരലായിട്ട് പിടിക്കുന്നു, ക്രോസ് ചെയ്ത് വയ്ക്കുന്നു. യാൺ ഓവർ, നമ്മൾ പതിയെ താഴോട്ട് വലിക്കുന്നു. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾക്കിങ്ങനെ ഓരോ വി ഷേപ്പിൽ കിട്ടുന്നതാണ് ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു വി ഷേപ്പിൽ കിട്ടും, അതാണ് നമ്മുടെ ഒരു ചെയിൻ സ്റ്റിച്ച്. ഇപ്പോൾ 2 ചെയിൻ സ്റ്റിച്ചായി. അതുപോലെ നമുക്ക് 21 ചെയിൻ സ്റ്റിച്ചസ് ആണ് വേണ്ടത്. 21 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ട് ഞാൻ കാണിക്കാവേ. നമ്മൾ 21 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഭയങ്കര സിമ്പിളാണ്, സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവുകയാണ്. അപ്പോൾ 21 ചെയിൻ സ്റ്റിച്ചസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ വിടുവാണ്. നമുക്ക് ഈ വി പോലെ വരുന്നതാണ് ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വി വിട്ടിട്ട്, അതായത് ഈ വി വിട്ടിട്ട് ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള വിയിലേക്കാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നത്. അതായത് 20th സ്റ്റിച്ചിലോട്ട് നമ്മൾ 21 സ്റ്റിച്ചസ് എടുത്തു. അതിൽ 20th സ്റ്റിച്ചിലോട്ടാണ്, തൊട്ട് പുറകിലുള്ള സ്റ്റിച്ചിലോട്ടാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ബാക്ക് യാണിലോട്ടാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കയറ്റുന്നു. ആ വീട് സെൻറ്ററിലൂടെ, തൊട്ട് പുറകിലുള്ള വീട് സെൻറ്ററിലൂടെ കയറ്റുന്നു. യാൺ ഓവർ, പുൾ ത്രൂ, അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കുന്നു. 2 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. എഗെയിൻ യാൺ ഓവർ, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ശ്രദ്ധിച്ചങ്ങ് എടുക്കുക. ഇതാണ് ഒരു സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ 19th സ്റ്റിച്ച്, അതിൻ്റെയും ആ വീടെ ഉള്ളിൽ കൂടെ നമ്മൾ കയറ്റി കൊടുക്കുന്നു. യാൺ ഓവർ, താഴോട്ട് വലിക്കുന്നു. നമുക്ക് 2 ലൂപ്പ് കിട്ടി. എഗെയിൻ യാൺ ഓവർ, നമ്മൾ താഴോട്ട് വലിക്കുന്നു. 18th സ്റ്റിച്ചിലോട്ട് സെൻറ്ററിൽ കൂടെ കയറ്റുന്നു. സെൻറ്ററിൽ കൂടെ കയറ്റി യാൺ ഓവർ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ താഴോട്ട് എടുക്കുന്നു. നമുക്ക് 2 ലൂപ്പ് കിട്ടി. എഗെയിൻ യാൺ ഓവർ, നമ്മൾ താഴോട്ട് വലിക്കുന്നു. ഇത് തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചസിലോട്ടും ചെയ്ത് കൊടുക്കണം.
നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന മാതിരി ഒരു സ്റ്റിച്ച് മാർക്കോ എന്തെങ്കിലും ഒരു നമുക്ക് മനസ്സിലാവും ഒരു മാർക്ക് ഇവിടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് ചെയ്താലും മതി. ഇത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുത്തില്ല അല്ലെങ്കിൽ കൗണ്ട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ഇങ്ങനെ ചെരിഞ്ഞങ്ങോട്ട് പോകും, ഒരു ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, ഒന്നും കൂടെ കാണിക്കാം. നമ്മൾ ഈ വി പോലെ ഉള്ള ചെയിനിൻ്റെ സെൻട്രൽ കൂടെ ഹുക്ക് കയറ്റുന്നു. നമ്മൾ യാൺ ഓവർ അതിൻ്റെ ഉള്ളിൽ കൂടെ താഴോട്ട് എടുക്കുന്നു. 2 ലൂപ്പ് കിട്ടും. എഗെയിൻ യാൺ ഓവർ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചസിലും ചെയ്തിട്ട് കാണിക്കാമേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച്. ലാസ്റ്റ് സ്റ്റിച്ചിലോട്ടും നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇതാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയിൻ 1 എല്ലാത്തിലേക്കും സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1 എക്സ്ട്രാ കൊടുത്തു. നമ്മുടെ പ്രൊജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാണ്. തിരിച്ചു പിടിക്കണം. തിരിച്ച് പിടിച്ച് കഴിയുമ്പം നമ്മളിങ്ങനെ ടോപ്പിൽ നോക്കിയാൽ നമുക്കിങ്ങനെ വി ഷേപ്പിൽ കാണാൻ പറ്റും. ഈ വി ഷേപ്പിൽ കാണുന്നതാണ് നമ്മളുടെ ഒരു ചെയിൻ എന്ന് പറയുന്നത്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ടോപ്പിൽ നോക്കിയാൽ ഇങ്ങനെ വി 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 ഇതേപോലെ വി ഷേപ്പിൽ കാണുന്നതാണ് നമ്മളുടെ ഒരു ചെയിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് 20 ചെയിൻ ഉണ്ടാവും. 1 2 3 ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 20 ചെയിൻ ഉണ്ടാകും. സോ ഇനി നമ്മൾ ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം എല്ലാത്തിലേക്കും എഗെയിൻ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പിടിച്ചിട്ട് നമ്മളിപ്പോൾ ചെയിൻ 1 ചെയ്തപ്പം നമുക്ക് എക്സ്ട്രാ ഒരു വി കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് ഫസ്റ്റ് വി. ഈ ഫസ്റ്റ് വിയിലോട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുന്നില്ല. അതിൻ്റെ തൊട്ട് പുറകിലുള്ള വീലോട്ടാണ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. നിങ്ങൾക്കപ്പോൾ ഒരു ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആദ്യം തന്നെ ഒരു സ്റ്റിച്ച് മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ തൊട്ട് വി ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇവിടുത്തെ 20th സ്റ്റിച്ച്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഡൗട്ട് തോന്നാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. വലിയ പ്രൊജക്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ പാടാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. നമുക്ക് ആ ചെയിൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സോ ഫസ്റ്റ് വി സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് വി, അതായത് നമ്മൾ സെക്കൻഡ് ചെയിനിലോട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെയ്യുമ്പം കംപ്ലീറ്റ് വിയുടെ താഴെ കൂടെ വേണം നമ്മൾ ഇത് കയറ്റാനായിട്ട്, സെൻറ്ററിൽ കൂടെയല്ല. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വിയുടെ താഴെ കൂടെ, അതായത് വി നമുക്ക് മുകളിൽ ഫുൾ വിസിബിൾ ആയിരിക്കണം. കംപ്ലീറ്റ് വിയുടെ താഴെ കൂടെ നമ്മൾ ഹുക്ക് കയറ്റുന്നു. യാൺ ഓവർ താഴോട്ട് വലിക്കുന്നു. 2 ലൂപ്പ് കിട്ടി. ബാക്കിയെല്ലാം സെയിം. യാൺ ഓവർ താഴോട്ട് വലിക്കുന്നു. ഒന്നും കൂടെ കാണിക്കാം. നമ്മൾ ഈ ഈ 2 വിയുടെ കംപ്ലീറ്റ് വിയുടെ താഴെ കൂടെ കയറ്റുന്നു. യാൺ ഓവർ താഴോട്ട് വലിക്കുന്നു. 2 ലൂപ്പുണ്ട്. താഴോട്ട് വലിച്ചു. സെയിം തന്നെ നമ്മൾ എല്ലാ സ്റ്റിച്ചിലോട്ടും ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് സ്റ്റിച്ചിലോട്ടും ചെയ്ത് കൊടുക്കുക. നമ്മുടെ വി യാൺ ഓവർ താഴോട്ട് വലിക്കുന്നു. 2 ലൂപ്പ് താഴോട്ട് വലിക്കുന്നു. ബാക്കി 20 സ്റ്റിച്ചിലോട്ടും ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാത്തിലേക്കും ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാമേ. ലാസ്റ്റ് സ്റ്റിച്ച് എത്തുമ്പോൾ കാണിക്കാം കേട്ടോ. ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ അവിടെ എത്തി.
ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുമ്പോൾ വരിക. ഇതാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ നോക്കുമ്പം ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കും, പക്ഷേ ആക്ച്വലി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് വിട്ടു പോകും. സോ നമ്മൾ സ്റ്റിച്ച് മാർക്ക് മാറ്റുക, എന്നിട്ട് ആ ചെയിനിലേക്ക് അങ്ങോട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങേ സൈഡിൽ ഞാൻ ചെയ്തപ്പം ഇത് ഇടാൻ വിട്ടു പോയതാണേ, മാർക്കർ ഇടാൻ വിട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ അങ്ങ് ഇട്ടേക്കുക. സോ ചെയിൻ സ്റ്റിച്ചിലേക്ക് അങ്ങോട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി സെയിം പ്രോസസ്സ് തന്നെ നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പം എക്സ്ട്രാ ഒരു ചെയിനും കൂടി ഇടുന്നു. ചെയിൻ 1. ആ ചെയിൻ ഇപ്പം നമ്മൾ എക്സ്ട്രാ ഇട്ട ചെയിനാണ് ഈ കാണുന്ന വി ഷേപ്പിലുള്ളത്. ആ വി ഷേപ്പ് ആ ചെയിൻ വിട്ടിട്ട് തൊട്ട് പുറകിലുള്ള ചെയിനിലോട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നു. കംപ്ലീറ്റ് വീടെ താഴെ കൂടെ തന്നെ വേണം കൊടുക്കാനായിട്ട്. തിരിച്ചു പിടിച്ചു നമ്മൾ, എന്നിട്ട് അഗെയിൻ സിംഗിൾ ക്രോഷേ ചെയ്ത് പോവാണ്. 1. നെക്സ്റ്റ് വി താഴെ കൂടെ നമ്മൾ കയറ്റി യാൺ ഓവർ, പുൾ ത്രൂ, നമുക്ക് 2 ലൂപ്പ് കിട്ടി. യാൺ ഓവർ, താഴേക്ക് വലിക്കുന്നു. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഫസ്റ്റ് സ്റ്റിച്ച് എത്തി. ഇനി സെയിം പ്രോസസ്സ് തന്നെ നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പം എക്സ്ട്രാ ഒരു ചെയിനും കൂടി ഇടുന്നു. ചെയിൻ 1. ആ ചെയിൻ ഇപ്പം നമ്മൾ എക്സ്ട്രാ ഇട്ട ചെയിനാണ് ഈ കാണുന്ന വി ഷേപ്പിലുള്ളത്. ആ വി ഷേപ്പ് ആ ചെയിൻ വിട്ടിട്ട് തൊട്ട് പുറകിലുള്ള ചെയിനിലോട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നു. കംപ്ലീറ്റ് വീടെ താഴെ കൂടെ തന്നെ വേണം കൊടുക്കാനായിട്ട്. തിരിച്ചു പിടിച്ചു. സോ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക. നമ്മൾക്ക് ടോട്ടൽ വരുന്നത് 4 റോ ഓഫ് സിംഗിൾ ക്രോഷേ ആണ്. ഇത് നമ്മളുടെ ലാസ്റ്റ് റോ ആണ്. അപ്പോൾ ഇതും കൂടെയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ ചെയ്തിട്ട് നോക്കാമേ. അപ്പോൾ നമ്മൾ 4 ഇതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക വെച്ചാൽ എല്ലാത്തിലെയും പോലെ തന്നെ നമ്മൾ ചെയിൻ 1 എക്സ്ട്രാ ഒരെണ്ണം ചെയ്തു. എക്സ്ട്രാ ഒരു ചെയിൻ 1 ചെയ്തതിന് ശേഷം ഇത്തിരി ലോങ് ആയിട്ട് നമ്മൾക്ക് ഇതും കട്ട് ചെയ്ത് എടുക്കാം. 45 സെൻറ്റിമീറ്ററോളം വരും. അത്രയും നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ചെയിൻ 1 ചെയ്ത് വച്ചേക്കുമായിരുന്നു. പതിയെ അങ്ങോട്ട് വലിക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോ കാണിച്ചു തരാം. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ്. നമ്മളിപ്പോൾ ചെയ്തത് മുകളിലെ ഈ പോർഷനാണ്. ഇനി നമ്മൾക്ക് ടെയിലാണ് ചെയ്യാനുള്ളത്. ടെയിൽ സെയിം തന്നെയാണ്, ഞാൻ ഈ എക്സാക്ട് സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ചെയ്ത് കാണിക്കുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഡ്ത്താണ് ഈ കാണുന്നത്, ഈ പോർഷൻ. അപ്പം നിങ്ങൾക്ക് ഇത്രയും വിഡ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ 4 റോ ഓഫ് സിംഗിൾ ക്രോഷയ്ക്ക് പകരം നിങ്ങൾക്ക് 3 2 ചെയ്യാം. ഇത്രയും മതി 2 എടുക്കാം. അങ്ങനെ തന്നെ ഇനി ടെയിലിന് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 21 സ്റ്റിച്ചസ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് അത് കൂടുതൽ എടുക്കാം. ടെയിലിന് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിപ്പം എക്സാക്ട് സെയിം തന്നെയാണ് രണ്ടിടത്തും ചെയ്തിരിക്കുന്നത്. ഇപ്പം താഴേക്കുള്ള ടെയിൽ പോർഷനും കൂടെ ചെയ്തിട്ട് ഞാൻ കാണിക്കാമേ. അപ്പോൾ ഇത് ഞാൻ ടെയിലിൻ്റെ ചെയ്ത് വെച്ചതാണ്. സെയിം തന്നെ 21 സ്റ്റിച്ചസ് വെച്ചിട്ടുള്ള സെയിം ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലാകെയുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മറ്റേതിൽ നമ്മൾ നീളം കുറേ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൻ്റെ, പക്ഷേ ഇതിന് അത്രയും വേണ്ട. ടെയിലിൻ്റെ ഒരു ചെറിയ നീളം മതി, ഇത്രയും നീളം മതിയാകും. പിന്നെ മറ്റേത് ഫിനിഷ് ചെയ്ത പോലെ തന്നെ ചെയ്തു. ഒരു ചെയിൻ 1 കൂടെയും ചെയ്തിട്ട് വേണം നമ്മൾ ടെയിലിൻ്റെ വിടാനായിട്ട്. ചെയിൻ 1 ചെയ്തു. ചെയിൻ 1 ചെയ്തിട്ട് മറ്റേ പോലെ തന്നെ പുൾ ഔട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വീവ് ചെയ്യണം. അതായത് ഇതിൻ്റെ അകത്തേക്ക് ഈ 2 സൈഡിൻ്റെയും അകത്തേക്ക് ഇത് നമ്മൾ വീവ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇത്രയും ലെങ്ത്ത് വേണ്ട, ഒരു കുറച്ച് മതി. അപ്പോൾ നമ്മൾ നീഡിലെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊന്ന്
കയറ്റി കൊടുക്കാം. എനിക്ക് നമ്മൾ നീഡിലേക്ക് കയറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു നമുക്കൊരു കെട്ട് പോലെ കാണാൻ പറ്റും. കാണാൻ പറ്റില്ലേ? ഇതാ ഈ ഇങ്ങനെ കാണുന്ന പോർഷനില്ലേ, അതിലേക്കൊന്ന് വീവ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഒറ്റ ഇതിൽ തന്നെ അങ്ങ് കയറ്റി കൊടുത്താൽ മതി. അങ്ങനെ അങ്ങ് കയറ്റി കൊടുക്കുക. വലിച്ചെടുത്തു. ഒത്തിരി ടൈറ്റായിട്ട് വലിക്കരുത്, പതിയെ ഒന്ന് കൊടുത്തു. ഇത്രയും മതി. കട്ട് ചെയ്ത് കളഞ്ഞു. സെയിം പോലെ തന്നെ ഈ സൈഡും ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെയിൽ എൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ മുകളിലെ പോർഷൻ, ഈ 2 പോർഷനും കൂടെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് വീവ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നോട്ടിൻ്റെ ഇതിലേക്ക് നമ്മൾ കയറ്റി, അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ട് പയ്യെ വലിക്കുക. സെക്കൻഡ് നോട്ട് എടുക്കുക. നമുക്കൊരു കറക്റ്റ് തന്നെ വേണമെന്നില്ല, അടുത്തടുത്ത് നിൽക്കുന്ന ഒരു പോർഷൻ നോക്കിയിട്ട് അങ്ങോട്ട് വീവ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് അങ്ങ് വീവ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ലാസ്റ്റ് നോട്ടും കൂടെ വീവ് ചെയ്ത് കൊടുക്കാം. വീവ് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മളിതിങ്ങനെ ഒന്ന് പിടിക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ വരാൻ പാകത്തിന് പിടിച്ചിട്ട് നമ്മുടെ ലോങ് പോർഷൻ എടുത്ത് ഒന്ന് ചുറ്റി കൊണ്ടുവരിക. ആ സെൻറ്ററിൽ കൂടെ നമ്മൾ വീവ് ചെയ്ത അതേ പോർഷനിൽ കൂടെ ഒന്ന് ചുറ്റി കൊണ്ടുവരിക. ചുറ്റി കൊണ്ടുവന്നിട്ട് ഈ താഴത്തെ ഇതിലും കൂടെ ആയിട്ടൊന്ന് ഒരു നോട്ടിടുക. നോട്ടിട്ട് കൊടുക്കാം. ഒന്ന് വലിക്കുക. മുറുക്കെ വലിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോ ഷേപ്പിലോട്ട് വരും. ഇനി കുറച്ചും കൂടെ ഷേപ്പിലേക്കായി കിട്ടാനായിട്ട് ഈ 2 സൈഡും അങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇവിടെയും ബോ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ടെയിൽ പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി. മടക്കുമ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ കിട്ടും. സെൻറ്റർ പോർഷൻ ഇങ്ങനെ താഴോട്ടേക്ക്, ഇതാണ് സെൻറ്റർ. ഇങ്ങനെ താഴോട്ടേക്ക് പകുതിയായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ വച്ചു കൊടുക്കണം. ആ സെൻറ്റർ പോർഷൻ ഇതിൻ്റെ സെൻറ്ററിലോട്ട് നോട്ട് വന്നിരിക്കുന്നതിൻ്റെ അവിടെ വച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ വയ്ക്കുമ്പം ലെങ്ത് ഒന്ന് നോക്കണം. ലെങ്ത് 2ൻ്റെ ഈക്വൽ അല്ലേ എന്ന് നോക്കണം. ഇത് 2 ഈക്വലാണ്. നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ പുറകുവശത്ത് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലൊന്നും കൂടെ നോക്കിയേക്കുക കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഒരു 2-3 നോട്ടിട്ട് ഒന്ന് സെക്യൂർ ചെയ്യുക. ഇനി എക്സ്ട്രാ വരുന്ന പോർഷൻ നമുക്ക് താഴോട്ടൊന്ന് വീവ് ചെയ്ത് കൊടുക്കാം.
എക്സ്ട്രാ വരുന്ന പോർഷൻ നമുക്ക് താഴോട്ട് വീവ് ചെയ്ത് കൊടുക്കാം. ഈ ഡോട്ട് ഒരു കെട്ട് പോലെ വരുന്ന പോർഷനിലേക്ക് അങ്ങോട്ട് വീവ് ചെയ്ത് കൊടുത്താൽ മതി. എക്സ്ട്രാ കട്ട് ചെയ്ത് കളയാം. സെയിം തന്നെ ഇങ്ങേ സൈഡിലും ചെയ്യുക. ഈസി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചൊരു ബോയാണ്. അപ്പം നമ്മൾക്കിത് ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിതേപോലെ ഒരു ക്ലിപ്പാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ കെട്ടിട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ടൈ ചെയ്തേക്കുന്ന ഇതിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ കയറ്റി കൊടുത്താൽ മതി. അതല്ല വേറെ ടൈപ്പ് ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണില്ല, തലയിൽ വയ്ക്കുകയും ചെയ്യാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് കീ ചെയിനായിട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. കീ ചെയിൻ്റെ മുകളിലുള്ള പോർഷൻസ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതെടുത്തിട്ട് ഇതിൻ്റെ പുറകിലൊന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ജസ്റ്റ് ഇതിൻ്റെ പുറകിലാണ് നമ്മൾ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങോട്ടേക്ക് ഇത് ആക്കി കൊടുത്താൽ ഹാങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത് റെഡി ആയിക്കോളും. ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, നിങ്ങൾക്കിത് മാർക്കറ്റിലും പല ടൈപ്പ് കീ ചെയിൻ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കീ ചെയിനായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് സ്റ്റിച്ചസ് എല്ലാം കൂടെ ആദ്യം പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ നന്നായിരിക്കും. എനിക്ക് എല്ലാ ബേസിക് സ്റ്റിച്ചും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ടിങ് പഠിച്ചപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനിതുപോലത്തെ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ എടുത്ത് ചെയ്ത് പഠിക്കും. അപ്പോൾ ഇതിലാണെങ്കിൽ സിംഗിൾ ക്രോഷ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷ നന്നായിട്ട് ബൈഹാർട്ടാവുകയും ചെയ്യും, നന്നായി പഠിക്കുകയും ചെയ്യാം. പ്ലസ് നമുക്കൊരു പ്രൊജക്റ്റിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഹാപ്പി ആവും, നമ്മളിപ്പോൾ പിന്നെയും ചെയ്യാം. അപ്പോൾ 1-2 സ്റ്റിച്ചസ് മാത്രം വരുന്ന ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ ചെയ്ത് പഠിച്ചാൽ നമ്മൾക്കതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.